കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ കോറിയിട്ട ഒരു ഗാനത്തിൻ്റെ ചില വരികൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതി ആയവൻ. ഈ ഗാനം എഴുതിയത് പാസ്റ്റർ സാംകുട്ടി മത്തായി 1973 നാഗപ്പൂരിൽ. അദ്ദേഹം ഒരു ജോലിക്കാരനായിരിക്കെ അവിടെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഗാനമാണ് ഈ ഗാനം: ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പക്ഷെ സാംകുട്ടി മത്തായി ഇപ്പോൾ ഷിക്കാഗോയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് സന്ദർശിക്കുവാനിടയായി. 87 വയസ്സുള്ള അദ്ദേഹം ഇപ്പോഴും ഗാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം രചിച്ച മനോഹരമായിരിക്കുന്ന ഒരു പാഠ്യപുസ്തകം എനിക്ക് നൽകി തന്നു. ആ പാഠ്യപുസ്തകത്തിലെ 2ാമത്തെ ഗാനമായിട്ട് തന്നെ ഈ ഗാനത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്: മനമേ അവൻ മതിയായവൻ. ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയ കേൾവിക്കാരോട്, എൻ്റെ പ്രേക്ഷകരോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗാനത്തിലെ വരികളെ പോലെ നമ്മുടെ ആപത്തുകളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് അഭയമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ദൈവം, ഒരു യേശു, അവൻ നമ്മുടെ സ്വന്തമാണ്. വീണ്ടും ആ ഗാനത്തിന്റെ ഈരടികൾ ഇങ്ങനെ പറയുന്നു: കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ വേദനകളെ എടുത്തു മാറ്റി, നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റി, നമ്മുടെ ശാപങ്ങളെ എടുത്തു മാറ്റി ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്ത ആ വലിയ സ്നേഹത്തെ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. ഗാനത്തിന്റെ ആ സംഗീതത്തിന്റെ അവസാനത്തെ വരികളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇപ്രകാരം എഴുതി: എന്റെ ക്ലേശമെല്ലാം തീർന്നുപോയി, കണ്ണുനീരെല്ലാം അവൻ തുടച്ചിടുമേ, അവൻ രാജാവായി വാണിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുവരും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഗാനം! എൻ്റെ കണ്ണുനീരെല്ലാം മായ്ക്കുന്ന യേശു ക്രിസ്തു, എൻ്റെ വേദനകളെല്ലാം എടുത്തു മാറ്റുന്ന യേശു ക്രിസ്തു, എൻ്റെ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റുന്ന യേശു ക്രിസ്തു. വളരെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന വരികൾ കൊണ്ട് സജീവമായി നിൽക്കുന്ന ഈ ഗാനം കഴിഞ്ഞ എത്രയോ നാളുകളായി, 1976 അദ്ദേഹം ഈ ഗാനം എഴുതി. എത്രയോ ദശാബ്ദങ്ങളായി ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർ ആശ്വസിക്കുന്ന ഒരു ഗാനം. ഈ ഗാനത്തിന്റെ വരികളിൽ പറയുന്ന ആ ക്രൈസ്തവ സ്നേഹത്തെ, യേശുവിന്റെ സ്നേഹത്തെ, യേശുവിന്റെ ശക്തിയെ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ആരെങ്കിലും വേദനയിൽ കഴിയുന്നുവെങ്കിൽ, ദുഃഖത്തിൽ കഴിയുന്നുവെങ്കിൽ, ഒറ്റപ്പെടലുകളിലും നിരാശകളിലും കഴിയുന്നുവെങ്കിൽ ഈ ഗാനത്തിൽ പ്രിയ സാംകുട്ടി പാസ്റ്റർ എഴുതിയിരിക്കുന്നത് പോലെ ആപത്തിലും രോഗത്തിലും വേദനയിലും ഒക്കെ എൻ്റെ മനമേ യേശുവാണ് നമുക്ക് അഭയമായിട്ടുള്ളത്. ആ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. പാസ്റ്റർ സാംകുട്ടി മത്തായിയെ 1973 അദ്ദേഹം ഈ ഗാനങ്ങൾ എഴുതിയത്. അത് തുടർന്ന് 180ഓളം ഗാനങ്ങൾ അദ്ദേഹം എഴുതി ക്രൈസ്തവ ഗാന ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഷിക്കാഗോയിൽ താമസിക്കുന്ന അദ്ദേഹത്തെ 2024 ഒക്ടോബർ മാസം 7-ാം തീയതി ശനിയാഴ്ച ഷിക്കാഗോ മലയാളികൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകരായ ഷിക്കാഗോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IPC ശാലേം ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസനെ ആദരിക്കുന്നതാണ്. വീണ്ടും ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ വേദനകളെ എടുത്തു മാറ്റുന്ന ദൈവം, നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവം, അവന് എന്നെന്നും നമുക്ക് മതിയായവനാണ്. ആ യേശുവിനെ നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം. നമുക്ക് യേശുവിനോട് പറയാം: കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ വേദനകളെ മാറ്റണമേ, എൻ്റെ ശാപങ്ങളെ മാറ്റണമേ, എന്നെ ദൈവ മകനാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിത്തീർന്നവർക്ക് വീണ്ടും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആശ്രയിപ്പാനായിട്ട് യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്. യേശു തന്നെ നമുക്ക് ആശ്രയിച്ചു മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.